എന്തു പറ്റി? എന്തിനായിരിക്കണം നിലവിളിക്കുന്നത്? എന്തിനാ കരയുന്നേ? അയ്യോ, എന്താ ബോസ്, സാൻഡ്വിച്ച് ഉണ്ടാക്കാണോ? ടൈറ്റാനിക് സ്റ്റൈലിൽ മസാജ് ചെയ്തോണ്ടിരിക്കണം. ഇറങ്ങി പോടാ. ഒന്നുമില്ല. ഇപ്പൊ നട്ടപ്പാതിരാണ്. നീ കിടന്നോ ഇവിടെ കിടന്നോ. നീ രാവിലെ എണീറ്റ് പോയാ മതി. കിടന്നോ. എന്നെ പിടിച്ച് എന്തിനാ നിലവിളിക്കുന്നേ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നിങ്ങളല്ലേ കിടന്ന് നിലവിളിച്ചേ? ഞാൻ നിലവിളിച്ചതൊന്നുമല്ല, അത് പാട്ട് പാടിയതാ. പാടിയതാണെന്നോ? ഇങ്ങനെ നിലവിളിക്കുന്ന പോലത്തെ പാട്ടൊക്കെ ഉണ്ടോ? ഇല്ല. അങ്ങനെ ആയിരിക്കാം ബോസ്. അതേത്? അയ്യോ, ഇത് പാട്ടാണോ? എടാ, പാട്ടെന്ന് ഞാൻ പാടുന്നത് കേട്ടോ. കെട്ടിപ്പൂടി എന്താ നട്ടപ്പാതിരക്ക് ഇങ്ങനെ ബഹളം വെച്ചോണ്ടിരിക്കുക? ചെല്ല, പോയി കിടന്നുറങ്ങ. നാളെ രാവിലെ ഷൂട്ടിംഗ് ഉള്ളതാ. പ്രേതം ഉണ്ടെന്ന് ക്രിയേറ്റ് ചെയ്തപ്പോഴേക്കും പ്രേതം ഇരിക്കുന്ന സ്ഥലത്താണോ വന്ന് പെട്ടിരിക്കുന്നത്? ഷൂട്ടിംഗ് നന്നായി തന്നെ പോകുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. അടുത്തൊരുത്തനുമില്ല. ഇവളെ എങ്ങനെയെങ്കിലും വളച്ചെടുക്കാൻ ഇത് തന്നെയാ പറ്റിയ സമയം. അമ്മയ്ക്ക് അല്പമെങ്കിലും ബോധമുണ്ടോ? ഞാനിവിടെ ഷൂട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞ് ആകെ ടെൻഷൻ പിടിച്ചിരിക്കുക. അതിനിടയ്ക്ക് അമ്മയുടെ ഫോൺ വിളിയും. രാഘവ്, വാ ഇവിടെ. അമ്മയെ മാഡം വിളിക്കുന്നു. ഞാൻ അമ്മയെ തിരിച്ചു വിളിക്കാം. ഓക്കെ, ഒന്ന് പെട്ടെന്ന് വാ. എന്താണാവോ അതിനിടയ്ക്ക് ഇത്രയധികം അത്യാവശ്യം? എന്താ, ഷൂട്ടിങ്ങിന് റെഡിയായില്ലേ? ഷൂട്ടിംഗ് എപ്പോ നോക്കിയാലും ഷൂട്ടിങ്ങിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിൽ എല്ലാവരും എത്ര ജോളിയായിട്ടാ ജീവിതം മുന്നോട്ട് നിൽക്കുന്നേ. എന്നാ ഇവിടെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് മരിച്ചോണ്ടിരിക്കുക. എന്താ നിന്റെ പ്രോബ്ലം? എന്റെ പ്രോബ്ലമേ നീയാ. ഇല്ല, എന്റെ അമ്മയാണ് പ്രോബ്ലം എന്ന് പറയായിരുന്നു. ഏത് സമയം നോക്കിയാലും കല്യാണം കഴിക്കടാന്ന് ഫോഴ്സ് ചെയ്തോണ്ടിരിക്കുക. അതാ പ്രോബ്ലം. കല്യാണം കഴിച്ചൂടെ നിനക്ക്? അതിന് ഞാനും സമ്മതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോ അമ്മ ചോദിക്കുക, നിനക്ക് എങ്ങനത്തെ പെൺകുട്ടിയാണ് വേണ്ടതെന്ന്. എന്റെ ഫോണിൽ നിന്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഞാനത് അമ്മയ്ക്ക് വാട്സാപ്പിൽ അങ്ങ് അയച്ചു കൊടുത്തു. അത് വേറൊന്നുമല്ല, ഇതുപോലൊരു പെൺകുട്ടിയെ അമ്മയ്ക്ക് മരുമകളായിട്ട് കൊണ്ടുവരാൻ പറയാൻ വേണ്ടിയായിരുന്നു. അമ്മ എന്തു പറഞ്ഞു? എടാ മന്ദബുദ്ധിയായ മോനെ, നിന്റെ കയ്യിൽ ഇത്രയും സുന്ദരിയായ ഒരു മരുമോളെ വെച്ചിട്ട് നാട് മുഴുവൻ ഞാൻ എന്തിനാണ് അലയുന്നേ? അവളെയും കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. തെറ്റാണോ അത്? ശരിയാണോ തെറ്റാണോ? പകുതി ശരിയാ, ബാക്കി പകുതി ഒരു തെറ്റില്ല. നീ എന്ത് വിചാരിച്ചിട്ട് ഇവനെ തല്ലിയത്? ഞങ്ങളെ യൂണിയനിൽപ്പെട്ട ഒരാളെ തല്ലിയാൽ വർക്ക് ക്യാൻസൽ. ഇവനെ നീ അടിച്ചോ, അല്ലെങ്കിൽ ഇവനോട് മാപ്പ് പറഞ്ഞേക്കണം, ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് ക്യാൻസൽ. എടാ മോനെ, നീ എന്ത് പറഞ്ഞാലും ഡോക്ടറിന്റെ കേൾക്കില്ല. അത് പറ്റില്ല. എന്താണ് അവിടെ പ്രശ്നം? നിക്ക്, ഞാൻ തന്നെ പറയാം. രാവിലെ ഡയറക്ടർ മേഡം എന്റെ അടുത്തൊരു സാധനം തന്നു. ഭണ്ഡാരത്തിൽ ഇടാൻ വേണ്ടി തന്ന. ഞാൻ വരുമ്പോ അമ്പലമൊന്നും കാണാത്തതുകൊണ്ട് അത് ഞാൻ പോക്കറ്റിലിട്ടു. ഈ പയ്യനെ 2 തവണ എന്റെ പോക്കറ്റ് കൈയിട്ട്. അത് ശരിയാണോ സാറ്? പറ, ശരിയാണോ? സാർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാർ. സാർ, ഇവൻ നുണ പറയടാ. ശല്യമായല്ലോ. ഒരു മിനിറ്റ്, പോക്കറ്റിനകത്താണോടോ കൈയിടുന്നത്? അതെ സാർ. എന്താണ് നീയൊക്കെ ചെയ്യുന്നേ? റിഫ്ലക്ടർ വെച്ചേക്കല്ലോ, അയാളുടെ മണ്ടക്കിട്ട് അടിച്ചു കൊടുക്കുക. രക്തം വരട്ടെ. നിന്റെ കടിയിടയിൽ എനിക്കിവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യാലോ. അങ്ങനെ പറ സാർ. ഒന്ന് നിർത്തൂ. അവർക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഓക്കെ, നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളൊന്ന് വരൂ. ആ ഡോക്ടറിനെ വെറുതെ വിടരുത്. എന്റെ കവിളത്തെ വിട്ടേക്ക്, നമുക്ക് നോക്കാം. അയാൾക്ക് വിവരമില്ലായിട്ടല്ലോ. ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്കുന്നേ. ഇവിടെ പ്രശ്നങ്ങളൊന്നും കൂടാതെ ഷൂട്ടിംഗ് നടക്കാൻ വേണ്ടിയാ നിന്നെ പറഞ്ഞയച്ചേ. അല്ലെങ്കിൽ ഉണ്ടല്ലേ, അവനെ ഞാൻ ആ ബീച്ചിൽ വെച്ച് തന്നെ അടിച്ച അവന്റെ
എന്റെ അമ്മയെ പട്ടാപ്പകലെന്നെ പ്രേതം വന്നല്ലോ. നമ്മൾ തെരഞ്ഞു പോകണ്ട, നമ്മളെ തേടിയാ വരുന്നത്. അച്ഛച്ചോ, ഞാനല്ല. ഞാനല്ല, എന്നെ ഒന്നും ചെയ്യരുത്. എനിക്കൊന്നും അറിയില്ല. ഇത് കണ്ടോ, എന്നെ ഒന്നും ചെയ്യരുത്. കൽപ്പന, കൽപ്പന വന്നു. എല്ലാരും ഓടിക്കോളൂ, ഓടിക്കോളൂ. ആരുടെയോ കുരുത്തം കൊണ്ട് അവൻ പോയി. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടി. നിങ്ങൾ രണ്ടുപേരും എന്താടാ ഈ കാണിക്കുന്നത്? ഏയ്, കാലെടുക്ക്. എന്റെ കെട്ടിയോള് പോലെ എന്റെ മേലിൽ കാല് വെക്കില്ല. ഓ, ഇത്ര നല്ലൊരു മാന്യനല്ലേ നീ? കൈയെടുക്കട അവിടുന്ന്. ഡയറക്ടർ മേഡം, ക്യാമറമാൻ സാർ, ആരെയും കാണുന്നില്ലല്ലോ. ടച്ചപ്പ് ഡാർലിംഗ്, അവൾ ആരുടെ കൂടെ ഇപ്പൊ ടച്ചിങ് ചെയ്തോണ്ടിരിക്കുവാണോ? ആരുമില്ല ഇവിടെ. എന്തു വന്നാലും ധൈര്യം കൈവിടരുത്. കഥകു തുറന്ന് ഒറ്റ ഓട്ടം. അയ്യോ, ഞാൻ പ്രേതല്ല സാർ, വാച്ച്മാനാ. വാച്ച്മാൻ, വാച്ച്മാൻ, എന്നെ രക്ഷിക്കാൻ. ഞാൻ മുകളില് പ്രേതത്തെ കണ്ടത്. അവിടെ ഞാൻ പ്രേതത്തെ കണ്ടതാ. നിങ്ങൾ ഇത് എന്തോന്നാ പറയുന്നത്? ഞാൻ 10 വർഷമായിട്ട് ഇവിടെ തന്നെ ജോലി ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന ഒരു പ്രേത പിശാചും ഇവിടെ ഇല്ല. എടോ, പ്രേതത്തെ ഞാൻ അവിടെ കണ്ടതാ. ഞാൻ പറയുന്നത് സത്യമാ. താരം കൊണ്ട് ഇല്ലെന്നല്ലേ പറഞ്ഞത് നിങ്ങളോട്? ഒരു കാര്യം ചെയ്യത്ത എന്നോട് വാ, ഞാൻ കാണിച്ചു തരാം. കേറുവാ. വാ, ഇവിടെയാ. വാച്ച്മാൻ, വാച്ച്മാൻ, വാച്ച്മാൻ. അപ്പൊ എന്റെ കൂടെ സംസാരിച്ചത് വാച്ച്മാൻ അല്ലേ? പ്രേതമായിരുന്നോ? എന്റെ ബോസ് അവിടെ സെറ്റിലായി, ഞാൻ ഇവിടെ സെറ്റിൽ ആയേക്കാം. എടാ, അത് നോക്കടാ, എന്തോ ഒരു പുതിയ ഐഡിയ കാണിക്കണം അവൻ. കാണാൻ 2 കണ്ണു. മതി, ഒന്ന് നിർത്ത്. എന്താ ഇവിടെ നടക്കുന്നത്? ക്യാമറമാനെ തോളത്തെടുത്ത് വെച്ചിട്ട് എന്തുവാ ചെയ്യുന്നത്? ക്യാമറമാനോ? ക്യാമറാമാൻ തന്നെ ആടോ ഞാൻ. അത് കൊള്ളാം. നടന്നതൊക്കെ പറഞ്ഞ ഇവര് ഞാൻ പേടിത്തൊണ്ടനാന്ന് വിചാരിക്കും. അത് വേണ്ട. മേഡം, ഒന്നുമില്ല. ക്യാമറമാനെ ടോപ്പ് ആംഗിളിന് വേണ്ടിയുള്ള ഒരു പോസ് ഞാൻ എടുത്തോണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഗ്രെയിനെ പോലെ മുകളിൽ എടുത്തോണ്ട് വെച്ചിരിക്കുന്നത്. വേറൊന്നുമില്ല. താൻ വളരെ നന്നായിട്ട് മാനേജ് ചെയ്തു. ഈ ടൈമിലാണോ ആംഗിൾ നോക്കുന്നത്? എല്ലാവരും പോയി കടന്നേ. ഇറക്കി വിടോ, പറഞ്ഞാലും മനസ്സിലാവില്ല. എന്തോ നടന്നിട്ടുണ്ട്. എന്തിനാടോ ബെഡ്ഷീറ്റിനകത്ത് നോക്കുന്നത്? തനിക്ക് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരില്ലേ? ഞാനിവിടെ കിടന്നോളാം, ഞാനിവിടെ കിടന്നോളാം. എന്താടോ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ സംസാരിക്കുന്നത്? എന്റെ കൂടെ സാറിന്റെ ഫാമിലിയിൽ നിന്ന് ഉൾപ്പെടുത്തണം. ഫാമിലി? നമ്മുടെ ഫാമിലി? തനിക്കറിയോ ഞാൻ ആരാണെന്ന്? മാലിക്, ഡോക്ടർ മാലിക്. യു നോ ഐ ആം എ പ്രൊഡ്യൂസർ. ഇങ്ങനെയൊക്കെയല്ലേ താൻ ഡയലോഗ് അടിച്ചത്? എന്റെ ഒന്ന് സാറേ, അതൊരു അബദ്ധം പറ്റിയതാ. അത് വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര വലിയ ആളാ, എന്റെ ലെവൽ എന്താണ്, നിങ്ങളുടെ കൂടെ ഒന്നും കഴിയാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ക്ഷമിക്കുക, ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഓ, വെറുതെ പറഞ്ഞതാണ്. ആക്ച്വലി എന്റെ ഒരു ജോയിന്റ് ഫാമിലിയാ. അതുകൊണ്ട് എനിക്ക് 3-4 പേരുടെ കൂടെ ഉറങ്ങിയാലേ ഉറക്കം വരുള്ളൂ. അളിയ, ഇവൻ ഈ കേസ് തന്നെയാണോ? താനും എന്നെ പോലെ തന്നെയാണ്. അതെ സാറേ. ഇപ്പൊ തന്നെ ഇവിടെ 4-5 പേര് കഴിയുന്നുണ്ട്. ഒരാളെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല സാറേ, എനിക്ക് ഒത്തിരി സ്ഥലമൊന്നും. എനിക്ക് ഈ ബെഡ്ഷീറ്റ് മാത്രം തന്നാ മതി. മതിയോ? ഞാൻ ആ ബാത്റൂമില് പോയി കിടന്നോളാം. ബാത്റൂമിനകത്തോ? അതെ. ഇയാൾക്ക് ഇതായിരിക്കും നല്ലത്. ബാത്റൂം എന്റെ ജോലിയാണ് സാർ. നീ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഇയാൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. സാറേ പറഞ്ഞത് വേറൊന്നുമില്ല, അവനും ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിലെ പോയി കിടന്ന് ഉറങ്ങുന്നേ. അതേ കുറിച്ച് പറഞ്ഞു. സാറേ, ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ അവിടെ നിന്ന് പോയി കിടക്കണ്ടേ? നിങ്ങൾ എന്റെ കൂടെ തന്നെ കിടന്നോ? സാറേ, നിങ്ങൾ വലിയ മനുഷ്യനാ. എന്തൊക്കെ പറഞ്ഞാലും സേഫ്റ്റി അല്ലേ പ്രധാനം. ഐ ലവ് യു സർ. ലവ് യു ടു. അത് നോക്കടാ, ഇവന്റെ ലിസ്റ്റിൽ അടുത്ത ആളും വന്നു. ഇവനും അല്ലെന്നാ പറയുന്നത്. അപ്പൊ അത് ശരിക്കും പ്രേതം തന്നെ ആയിരിക്കും. ഇനി നിങ്ങൾ എന്താ മേഡം, പ്രേതമാണോ? ഓൾറെഡി എന്റെ പൾസ് വീക്കാ. സോറി, ഞാൻ ഇന്നലെ നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ബാഗ് തന്നില്ലേ? എന്റെ കയ്യിലുണ്ട് മേഡം. താങ്ക്സ്. ഡോക്ടർ. യെസ് മേഡം. നിങ്ങൾ പോയി ആ ക്യാമറമാനെ ഒന്ന് വരാൻ പറയോ? ഓക്കെ മേഡം. ഈ താലി എനിക്ക് കിട്ടിയതിന് ശേഷം എന്തൊക്കെയോ അനർത്ഥങ്ങളാണല്ലോ സംഭവിക്കുന്നത്. അന്ന് എനിക്ക് ഭയമായിരുന്നു.
ഇന്നിപ്പോ ഡോക്ടർ ഒരു പക്ഷേ നമ്മളെല്ലാരും പ്രേതത്തിന് ഇരകളായോ? കണ്ടുപിടിച്ചാൽ മതിയാവും. ആ പറയണം മാഡം. ശങ്കർ, മന്ത്രവാദികളോ അല്ലെങ്കിൽ ഈ പ്രേതപിശാചികളെ ഒഴിപ്പിക്കുന്ന ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ? എനിക്ക് 2 മിനിറ്റ് സമയം തരൂ. എന്താണെന്ന് ഞാൻ അന്വേഷിച്ചിട്ട് മാഡത്തിന് മെസ്സേജ് ചെയ്യാം. ഓക്കെ ശങ്കർ, താങ്ക് യു. നന്ദു darling! Oh, love is always blind. ഇന്ന് സെക്കൻഡ് സൺഡേ ആണ്, അതുകൊണ്ട് സെക്കൻഡ് സൺഡേ ആയതുകൊണ്ട് ഷൂട്ടിംഗ് ഇല്ലെന്നോ? എന്നാ പിന്നെ ഇന്ന് അടിച്ച് പൊളിക്കല്ലേ? ഞാനൊന്ന് പുറത്തു പോവാന്ന് വിചാരിക്കുക. പുറത്തോ? ഞാൻ തനിച്ചാ പോകുന്നേ, നീ കൂടെ വരില്ലേ? വരില്ലേന്ന് എന്തിനാ ചോദിക്കുന്നേ? വരൂന്ന് പറയേ. എവിടെ 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 പോണ്ടേ? വളരെ ഡേഞ്ചറസ് പ്ലേസ്. അവിടെ പോണമെങ്കിൽ വളരെ ധൈര്യം വേണം. അതിനെന്തിനാ എന്നെ വിളിച്ചേ? നീയല്ലേ നമ്മുടെ ടീമിലെ ധൈര്യശാലി. എന്നെ കണ്ടിട്ടാണോ ധൈര്യശാലി എന്ന് വിചാരിക്കുന്നത്? ആദ്യം തന്നെ മീശയും താടിയും എടുക്കണം, വെറുതെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കണ്ട. ഒരുപാട് ധൈര്യമുള്ളവർക്ക് മാത്രം വരാൻ പറ്റിയ സ്ഥലമാണെന്നല്ലേ പറഞ്ഞേ? ഇതെന്താ ഒരു കാട് പോലെ തോന്നുന്നേ? ഇവിടെ എന്താ പുലിയോ സിംഹോ വല്ലതും വരാന്ന് പറഞ്ഞോ? ആ ബോർഡ് നോക്കിക്കേ. എന്താ അത് നിന്റെ നാവിന്ന് പറഞ്ഞ മുത്തു താഴെ വീഴുവോ? ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇവളുടെ കൂടെ ഇങ്ങോട്ട് വരേയില്ലായിരുന്നു. വാ പോവാം. എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തേ പറ്റൂ. വരാ വരാ. ഒഴിഞ്ഞു പോവാനാ പറഞ്ഞത്. ഇവരെല്ലാം കാണുമ്പോ എനിക്ക് തന്നെ ഭയങ്കര ഭയം തോന്നുന്നു. പക്ഷെ നിനക്ക് ഒരു ഭയമില്ലാതെ അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ. നീ ധൈര്യശാലി തന്നെ, അതുകൊണ്ടാ നിന്നെയും കൂട്ടിക്കൊണ്ടുവന്നത്. അതെ, ഒഴിഞ്ഞു പോകാനാ പറയുന്നത്. നീയല്ലേ എന്നെ മാനഭംഗപ്പെടുത്തിയത്? നന്ദിനി, നന്ദിനി, അയ്യോ നന്ദിനി, നന്ദിനി, അയ്യോ, അയ്യോ, മാറ്റി നന്ദിനി. എന്താ രാഘവ ഇത്? അവരെ കൂടെ ഡാൻസ് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ വിചാരിച്ചതിനേക്കാളും നീ ധൈര്യശാലിയാണ് കേട്ടോ. എന്റെ അമ്മ ഒരിക്കലും പേടിക്കില്ലെന്ന് പറഞ്ഞ എന്നെ വളർത്തിയത്. നിങ്ങളാണോ ചാനലിൽ നിന്ന് വന്നത്? അതെ, സ്വാമിജി മുകളിലുണ്ട്, വരൂ. രാഘവ സ്വാമിജിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അവിടെയാണോ പ്രേതം ഇരിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങിയേ പറ്റൂ. എനിക്ക് സ്വാമിജിയോട് കുറച്ച് പേഴ്സണലായി സംസാരിക്കാനുണ്ട്. നീ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യ, അല്ലെങ്കിൽ താഴെ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ പിന്നെ വണ്ടിയിൽ പോയിരുന്നോളൂ. നിനക്കെന്താ തലയിൽ ആള് താമസമല്ലേ? വെറുതെ അടങ്ങി ഒതുങ്ങിയിരുന്ന് എന്നെ വിളിച്ചോണ്ട് വന്ന് പ്രേതത്തിന് പരിചയപ്പെടുത്തി വെച്ചിട്ട് ഇപ്പൊ കാറിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ പറയുന്നു അല്ലേ? എന്താ നിങ്ങൾ വലിയ ധൈര്യശാലിയല്ലേ? പ്രേതങ്ങളുടെ കൂടെയല്ലേ ഡാൻസ് ചെയ്തത്? പോയി ഡാൻസ് കണ്ടിന്യൂ ചെയ്യാ. ഡാൻസ് ചെയ്യണമെന്നോ? ഇവളെന്നെ കളിയാക്കുന്നതാണോ അതോ ഇനി ടെസ്റ്റ് ചെയ്യുന്നതാണോ? ഈ പെണ്ണുങ്ങളുടെ കാര്യമായോണ്ട് ഒന്നും വിശ്വസിക്കാനും പറ്റില്ല. അറിയാത്ത സ്ഥലമോ, എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുക? എവിടെ നോക്കിയാലും പ്രേതം തന്നെയാണ്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. എസ്കേപ്പ്. നമസ്കാരം സ്വാമിജി. നമസ്കാരം. അവിടെ ഇരിക്കൂ. പറയൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? പ്രോബ്ലം ആയിട്ടൊന്നും പറയാനില്ല സ്വാമി. 2 ദിവസമായിട്ട് ശരിയായിട്ടൊന്നും ഉറങ്ങാൻ കഴിയുന്നില്ല. ഈ പ്രേതം, പിശാച് ഇതെല്ലാം സത്യമാണോ? ഒരു പക്ഷേ അതിനെ സംബന്ധപ്പെട്ട എന്തെങ്കിലും വസ്തു നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അത് നമ്മളെ തേടി വരുമോ? വരും. അതിനിഷ്ടപ്പെട്ടത് അവിടെ ഉണ്ടായാൽ എന്ത് തടസ്സങ്ങളുണ്ടായാലും അത് തീർച്ചയായും വന്നിരിക്കും. നിന്റെ ബാഗിനുള്ളിൽ ചെറിയ ഒരു ബാഗ് ഇരിക്കുന്നുണ്ട്, അതെന്റെ കൈക്കുള്ളിൽ വെക്കുക. എത്രയും വേഗം അത് എടുത്തു വെക്കുക. ഇതൊരാത്മാവിന്റെ മാംഗല്യമാണ്. ഇത് ഇവിടെ വെച്ചിട്ട് നീ എത്രയും പെട്ടെന്ന് പുറത്തു പോകൂ. എന്തു പറ്റി സ്വാമിജി? ചോദ്യം ചോദിക്കാതെ എത്രയും പെട്ടെന്ന് പുറത്തു പോ. ഓം കാളി മഹേശ്വരി. കുങ്കുമം വിതറ. കലിയുഗത്തിൽ അങ്ങനെയാണ്. അതുമാത്രമല്ല, പഠിച്ച പെണ്ണുമാണിവൾ. അനുഭവിച്ചാലേ അതറിയൂ. ഇപ്പൊ നിനക്ക് ആ മംഗല്യത്താലി വേണോ? ഇന്ന് കറുത്ത അമാവാസിയാണ്. 10 മണി മുതൽ 12 വരെ രാഹുകാലമാണ്.
നിന്റെ കയ്യിൽ ഒരു കറുത്ത തുണിയുണ്ടെങ്കിൽ അതും ഉടുത്തു ചെന്ന് എവിടെ നിന്നാണോ നിനക്ക് മാംഗല്യം കിട്ടിയത് അവിടെ നിന്നും നിനക്ക് തിരിച്ചു ലഭിക്കുന്നതാണ്. ഇവിടെ കാണാതെ പോയ താലി അവിടെ എങ്ങനെ കിട്ടും? പോയി നോക്ക്, അപ്പോൾ നിനക്ക് എന്നിൽ വിശ്വാസം വരും. എന്താ കാര്യം പറയാം. നീ വാ വേഗം. മാഡം, എന്തിനാ മാഡം ഇങ്ങോട്ട് വന്നത്? ഞാൻ പറയാം, വാ. ഇന്നലെ നമ്മൾ ഇവിടെയല്ലേ ഷൂട്ട് ചെയ്തത്? അതെ, അതിവിടെ തന്നെയാ. എന്തായി കാണിക്കുന്നേ? മാഡം, ഇവിടെ എന്തായി കാണിക്കുന്നേ? ഒന്ന് മിണ്ടാതിരിക്കുക. എന്ത് പറ്റി മാഡം? നിങ്ങൾ അന്വേഷിച്ച് നടന്ന സാധനം കിട്ടിയോ? താലിയോ? ഇപ്പൊ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വേണ്ട, മാഡം പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക് പൂജ. വണ്ടിയടാ. ഹലോ, ഉറങ്ങാതെ വണ്ടിയടാ. മാഡം എന്തൊക്കെയാ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എല്ലാം പറയാം. സ്വാമിജിയുടെ അടുത്തേക്ക് പോവാം. എന്തു പറ്റി മാഡം? എന്താ പറ്റി പൂജ? ഇവിടെ ഇങ്ങനെ എത്തി. അത് തൊടാതെ ഡ്രൈവർ വേഗം പോ. സ്വാമിജി, എനിക്കിപ്പോ വിശ്വാസമായി. നിങ്ങൾ പറഞ്ഞതുപോലെ പ്രേതമുണ്ടെന്ന്. എന്നോട് ക്ഷമിക്കൂ സ്വാമിജി, നിങ്ങളെ അവിശ്വസിച്ചതിന്. സ്വാമിജി, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ താലി അവിടുന്ന് കിട്ടി. പക്ഷെ ഞങ്ങള് ആ താലി അവിടെ ഉപേക്ഷിച്ചിട്ടാ വന്നത്. എന്നാ ആ താലി പിന്നെ ഞങ്ങളോടൊപ്പം. ആ താലി ഇപ്പോൾ എവിടെ? അത് ഞങ്ങൾ വാനിൽ തന്നെ വെച്ചിട്ടുണ്ട്. ആ താലിയെ ആരെങ്കിലും തൊടാൻ വരുന്നതും കാത്ത് വളരെ കാലമായി കാത്തിരിക്കുകയാണത്. നീ അതിനെ എവിടെ കൊണ്ടുപോയി ഉപേക്ഷിച്ചാലും അതൊരിക്കലും തന്നെ നിന്നെ വെറുതെ വിടുകയില്ല.